നമ്മളെ മുല്ലപ്പെരിയാർ ടു കാശ്മീർ യാത്രയുടെ 3ാമത്തെ ദിവസമാണ്. പ്രിയ സുഹൃത്തായ ജസീർ ബ്രോയോടും കോഴിക്കോട് നമുക്ക് ഒപ്പ് വന്ന് സഹായിച്ച കുറേ നല്ല മനുഷ്യരോടും കോഴിക്കോടിനോടും വിട പറഞ്ഞ് ഞങ്ങൾ അടുത്ത ലക്ഷ്യമായി കണ്ണൂർക്ക് യാത്ര ചെയ്തു. കോഴിക്കോട് ടു കണ്ണൂർ റോഡ് ഭയങ്കര മോശം റോഡാണ്. ഇവിടുത്തെ റോഡിന്റെ പണികൾ നടക്കുന്ന കാരണം ഞങ്ങൾക്ക് അന്ന് കണ്ണൂർ എത്തിച്ചേരാൻ സാധിച്ചില്ല. ഞങ്ങൾ രാത്രിയിൽ ഒരു പമ്പിൽ സ്റ്റേ അടിച്ചു. അവിടുത്തെ പമ്പിലെ ജീവനക്കാരോട് ചേട്ടാ ഇങ്ങനെ സ്റ്റേ അടിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവരെല്ലാം വളരെ സപ്പോർട്ട് ചെയ്തിട്ട് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അതിനെന്താ മക്കളെ ഞങ്ങൾ സ്റ്റേ അടിച്ചു, കിടന്നുറങ്ങിയിട്ട് കാലത്ത് ഫ്രഷ് ആയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് വളരെ സപ്പോർട്ടായിട്ട് ഞങ്ങൾ കൊടുത്തു നിന്നു. രാവിലെ കാലത്ത് തന്നെ എഴുന്നേറ്റപ്പോൾ ഒരു ചെറിയൊരു മഴച്ചാറ്റലുണ്ടായിരുന്നു. ഞങ്ങൾ ലഗേജൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് പതിയെ മഴ അങ്ങോട്ട് മാറി. ലഗേജ് പാക്ക് ചെയ്ത് തീരാറായപ്പം ഞങ്ങൾ കുറച്ചു നേരം കയറി നിന്നെങ്കിലും മഴ അങ്ങോട്ട് മാറി. അത് കഴിഞ്ഞിട്ട് ആണ് എൻ്റെ കണ്ണിൽ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. ഞങ്ങൾ രാത്രി വാങ്ങിയ ഫുഡിൻ്റെ വേസ്റ്റ് എവിടെയും കളഞ്ഞിട്ട് പോകല് എന്നുള്ള ഒരു ഇതിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. വേസ്റ്റ് ഡസ്റ്റ്ബിന്നിൽ തന്നെ ത്രോ ചെയ്യണം എന്നുള്ള ഇതിലുള്ള ആളാണ് ഞാൻ. സോ ഞങ്ങൾ ആ വേസ്റ്റ് എടുത്തു, പോകുന്ന വഴിക്ക് ഡസ്റ്റ്ബിന്നിൽ ത്രോ ചെയ്തു. ഇത് നമ്മളെ മുഴുപ്പിലോട്ട് പോകുന്ന ഒരു വഴിയാണ്. ചെറിയൊരു മഴച്ചാറ്റിലുണ്ടെങ്കിലും ഞങ്ങൾ വലുതായിട്ടൊന്നും നനഞ്ഞൊന്നുമില്ല, ചെറിയൊരു ചാറ്റിൽ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അത്യാവശ്യം അങ്ങോട്ട് അപ്രോച്ച് ചെയ്ത് എത്താറായപ്പോഴേക്കും മഴയെല്ലാം മാറി പക്കായിട്ട് ഒന്ന് തെളിഞ്ഞ് സെറ്റായി. നമ്മളിപ്പോൾ പോകുന്നത് വേറെ എങ്ങോട്ടും അല്ല, മുഴുപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ച്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചാണ് മുഴുപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ച്. പോകുന്ന വഴി തന്നെ അടിപൊളി, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. തെങ്ങും തോപ്പുകളും കാര്യങ്ങളും എല്ലാം ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. എൻ്റെ വലിയൊരു ആഗ്രഹമാണ് മുഴുപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിൽ കൂടെ വണ്ടി ഓടിക്കുക എന്നുള്ളത്. അത് സാധിച്ചില്ലെങ്കിൽ അത് വലിയ തീരാ നഷ്ടമാകും എന്ന് എനിക്ക് അറിയായിരുന്നു. പക്ഷേ അന്ന് മുഴുപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിൽ വണ്ടി ഓടിച്ചിറക്കാനുള്ള പെർമിഷൻ നമുക്ക് ഇല്ലായിരുന്നു. കാരണം അന്ന് വേലിയേറ്റം സംതിങ് എന്തോ ആയിരുന്നു, കടൽ മുകളിലോട്ട് കയറുന്ന സമയമായിരുന്നു. എങ്കിൽ പോലും എനിക്ക് വണ്ടി ഇറക്കി ഓടിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ചേട്ടന്മാരൊക്കെ അതിനെന്താ മോനെ നീ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അതിനെന്താ മോനെ നീ ഇറക്കി ഓടിച്ചു, നീ ധൈര്യമായിട്ട് ഇറക്കി ഓടിച്ചു, ബാക്കി എന്താണല്ലോ നമുക്ക് നോക്കാം. ഞാൻ ആസ്വദിച്ച് ആടി മോനെ എന്ന് പറയുമ്പോൾ വണ്ടി അങ്ങ് ഇറക്കി ഫുള്ള് ഇറങ്ങി. വിഷയം തന്നെ, ഒരു രക്ഷയില്ല. ഫുള്ളായിട്ട് അടിച്ച് പൊളിച്ച് ഒരു 4 റൗണ്ടൊക്കെ വെച്ച് നല്ല സ്ട്രെച്ച് അടിപൊളിയായിട്ട് ഞാൻ ബീച്ച് ഡ്രൈവ് ചെയ്ത് ആസ്വദിച്ച്. നമ്മുടെ യാത്രയുടെ മെയിൻ ലക്ഷ്യം ഉപ്പ് ശേഖരണമാണ്. സോ ഡീകമ്മീഷൻ മുല്ലപ്പെരിയാർ സേവ് കേരള ഭാഗമായിട്ട് ഞാൻ ഉപ്പ് ശേഖരിക്കാൻ വേണ്ടി അവിടുത്തെ ചേട്ടന്മാരോടൊക്കെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഇവരെ പിന്നെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. 2018 പ്രളയത്തിൽ ഓഫ് റോഡേഴ്സിനെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിച്ച കടലിൻ്റെ മക്കൾ ചേട്ടന്മാരോടെല്ലാം കാര്യം പറഞ്ഞു. ചേട്ടന്മാരെല്ലാം ഫുൾ സപ്പോർട്ട്. അവിടെ തന്നെ അവരൊരു 10-50 പേര് കടലിൻ്റെ മക്കൾ കടൽ തൊഴിലാളികളുണ്ടായിരുന്നു, പക്ഷേ മത്സ്യത്തൊഴിലാളികളുണ്ടായിരുന്നു. പക്ഷെ അതിൽ കൂടുതൽ അവിടെ വന്ന മത്സ്യം വാങ്ങാൻ വന്ന ആൾക്കാരും കാര്യങ്ങളും എല്ലാവരെയും കൊണ്ട് അവർ പറ്റുന്നത്രയും ഫോൺ എനിക്ക് കളക്ട് ചെയ്തെന്ന് ചെയ്യാൻ പറ്റുന്നവരെ കൊണ്ടെല്ലാം ചെയ്യിപ്പിച്ചു. അവരുടെ നമ്പറും വാട്സപ്പ് കാര്യങ്ങളെല്ലാം ഇതിലോട്ടെല്ലാം സ്കാനർ ഫോർവേഡ് ചെയ്ത് ഞങ്ങളെ കൊണ്ട് പറ്റുന്നത്രയും ഞങ്ങളും ഷെയർ ചെയ്യിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആ ചേട്ടന്മാർ ഭയങ്കര സപ്പോർട്ടായിട്ട് നിന്നു. എൻ്റെ ഈ ഇപ്പുറത്തേക്ക് ചേട്ടൻ ചുമല ടീഷർട്ട്, ആ ചേട്ടന് കാര്യങ്ങളെല്ലാം അത്യാവശ്യം അവെയറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ചേട്ടൻ വരുന്നവരെയും പോകുന്നവരെയും എല്ലാം പിടിച്ച് അവെയർ കാര്യങ്ങളെല്ലാം പറഞ്ഞ് എല്ലാം ചെയ്യിച്ച് ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. പിന്നെ ഞങ്ങൾ നല്ല മുഴുപ്പിലങ്ങാട് ബീച്ചൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് കുറേ ചുറ്റിക്കറങ്ങി കുറേ നേരം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു. ചേട്ടന്മാരോടൊക്കെ സംസാരിച്ചു. അവർ ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ വേണ്ടി നിർബന്ധിച്ചെങ്കിൽ ഞങ്ങൾ വേണ്ട കുഴപ്പമില്ല, ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ എവിടെ നിന്നേലും, കാരണം നമ്മൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ കൂടുതലും കുക്ക് ചെയ്താണ് കഴിക്കുന്നത്. സോ ഞങ്ങൾ വേണ്ട, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ചിലപ്പോൾ ഇവിടെ നിന്നെങ്കിലും കഴിച്ചെങ്കിലേ ഉള്ളൂ. അത് കാരണം ഞങ്ങൾ വേണ്ട എന്നൊക്കെ പറഞ്ഞ് കടലൊക്കെ നല്ല ആസ്വദിച്ചു. നല്ല രീതിയിൽ വൈബ് തന്നെയായിരുന്നു, ഒരു രക്ഷയില്ല, പറയാനൊന്നുമില്ല. അങ്ങനത്തെ രീതിയിൽ ഞങ്ങൾ നല്ല വൈബായിട്ട് ആസ്വദിച്ച് അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു മുഴുപ്പിലങ്ങാട് എനിക്ക് സമ്മാനിച്ചത്. സോ കണ്ണൂരിൻ്റെ മക്കൾക്കും കടലിൻ്റെ മക്കൾക്കും മുഴുപ്പിലങ്ങാടി ബീച്ചിനോടും നന്ദി പറഞ്ഞുകൊണ്ട് സ്നേഹം.